ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടും വളരെ എളുപ്പത്തിലും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രെഡ് ക്ലബ് സാൻഡ്വിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ ഈ സാൻഡ്വിച്ച് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു 150 ഗ്രാം അളവിൽ ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത കഷ്ണങ്ങളായിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. നമ്മുടെ അളവിനനുസരിച്ചിട്ട് നമ്മൾ എത്രത്തോളം സാൻഡ്വിച്ച് തയ്യാറാക്കുന്നോ അതിനനുസരിച്ചിട്ട് നമുക്ക് ചിക്കൻ്റെ അളവ് കൂട്ടാവുന്നതാണ്. ഞാനിപ്പോൾ 2 ക്ലബ് സാൻഡ്വിച്ചാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിക്കാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ്. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടിയാണ്. അതുപോലെ തന്നെ പിന്നെ വേണ്ടതാണ് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി, അതും കൂടി ചേർക്കാം. കൂടെ തന്നെ പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മുടെ ഈ ചിക്കൻ ഇത്രയും ആവശ്യമായിട്ടുള്ള ഒരല്പം ഉപ്പും കൂടിയാണ്. അപ്പോൾ ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഒരു 15 മുതൽ 30 മിനിറ്റ് വരെ നമുക്ക് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അത്രയും സമയം കൊണ്ട് ഈ മസാല എല്ലാം നമ്മുടെ ഈ ചിക്കനിൽ പിടിച്ചിട്ടുണ്ടാവും. അതിനുശേഷം പിന്നീട് നമുക്കിതൊന്ന് ഫ്രൈ ടോസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു 20 മിനിറ്റിന് ശേഷം ഞാനിപ്പോൾ ഇതുപോലെ ചെറിയൊരു പാനൊന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. ഒരുപാട് വേണ്ട, വളരെ കുറച്ച് ഇതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മതിയാവും. നമ്മുടെ ഈ ചിക്കൻ പീസെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് എല്ലാ സ്ഥലത്തേക്കും ചിക്കൻ എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു 30 സെക്കൻഡിന് ശേഷം മാത്രം പതുക്കെ നമുക്കൊന്ന് തിരിച്ച് ഇളക്കി കൊടുക്കാവുന്നതാണ്. തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇളക്കി കൊടുത്ത് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ ഒരു 30 സെക്കൻഡോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തും വേണം നല്ലതുപോലെ ഒന്ന് ഫ്രൈ ടോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മൊരിഞ്ഞ് കിട്ടണം. എന്ന് വെച്ചിട്ട് ഒരുപാട് ഇങ്ങനെ ഹാർഡായിട്ട് ഇങ്ങനെ ഡീപ്പായിട്ട് ഇങ്ങനെ മൊരിഞ്ഞ് കിട്ടണം എന്നുള്ള ആവശ്യമില്ല. നമ്മുടെ ചിക്കൻ എല്ലാം നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവുകയും വേണം. അതുപോലെ തന്നെ ഇതിൻ്റെ പുറം ഭാഗത്തിൻ്റെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ട് മാറിയിട്ടും ഉണ്ടാവണം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് തന്നെ നമുക്കിതെല്ലാം ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മുടെ ഈ ചിക്കൻ എല്ലാം നന്നായിട്ട് ഒന്ന് ഫ്രൈ ടോസ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തന്നെ മതിയാവും. നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ ചിക്കൻ എല്ലാം ഒന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ സോഫ്റ്റായിട്ട് ഒന്ന് ഫ്രൈ, ചെറിയ ലൈറ്റായിട്ടുള്ള ഷാലോ ഫ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ടൊമാറ്റോസിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് വന്നിട്ട് ഞാൻ പിൻഡ് കമൻ്റായിട്ട് കൊടുത്തിരിക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ സോസും കൂടി ചേർക്കുകയാണ്. നമ്മുടെ ഈ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ വീണ്ടും ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് ഒരുപാട് സമയമായിട്ട് നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ലൈറ്റായിട്ട് ഇതുപോലെ എല്ലാം ഒന്നും സോസ് എല്ലാം ഒന്ന് ഇതുപോലെ നമ്മുടെ ചിക്കനിലേക്ക് ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾ മിക്സും കൂടി ഒന്ന് തയ്യാറാക്കി എടുക്കാം. ഇനി നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഒരു ചെറിയൊരു ബൗളൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു മീഡിയം സൈസ് ക്യാരറ്റിൻ്റെ ഒരു പകുതി ക്യാരറ്റ് മാത്രം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ചേർക്കാം. അതുപോലെ തന്നെ കൂടെ വേണ്ടതാണ് ഒരു സവാളയുടെ ഒരു പകുതി ഒന്ന് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി. കൂടെ തന്നെ കുറച്ച് ക്യാപ്സിക്കം കൂടി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർക്കാം. ഇനിയിപ്പോൾ ഇതിൽ ഏതെങ്കിലും വെജിറ്റബിൾ നമുക്ക് കൂടുതലായിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടുതൽ ചേർക്കാവുന്നതാണ്. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് കുറച്ച് പച്ചമുളകും കൂടിയാണ്. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർക്കാം. ഇനിയിപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പച്ചമുളകൊന്ന് ഒഴിവാക്കാം. കാരണം ക്യാപ്സിക്കവും പച്ചമുളകും തിരിച്ചറിയാൻ പറ്റില്ല, അതിൻ്റെ പേരിലാണ്. കൂടെ തന്നെ ഇതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടതാണ് ഒരു 1/4 കപ്പ് അളവിൽ മയോനൈസും കൂടി. എഗ് മയോനൈസും നമുക്ക് വീട്ടിലെങ്ങനെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കുന്ന റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1 മിനിറ്റ് കൂടി വേണ്ടേട്ടാ നമുക്കിതെല്ലാം തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വന്നിട്ട് ഞാൻ പിൻഡ് കമൻ്റായിട്ട് കൊടുത്തിരിക്കാം. ഇതുവരെ വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മുടെ അളവിനനുസരിച്ചിട്ടുള്ള മയോനൈസും കൂടി ഇതിലേക്കൊന്ന് ചേർക്കാം.
കൂടെ തന്നെ ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾ മിക്സും നല്ലതുപോലെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ഇതെങ്ങനെയാണെന്ന് സെറ്റ് ചെയ്തെടുക്കണേ നോക്കാം. ഒരു ക്ലബ് സാൻഡ്വിച്ച് തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് 3 ബ്രെഡാണ് ആവശ്യമായിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് ഒരു ബ്രെഡ് ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് ഫസ്റ്റ് നമുക്ക് വെക്കേണ്ടത് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള വെജ് മിക്സ് ആണ്. നമ്മുടെ അളവിനനുസരിച്ചിട്ട് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് പിന്നിലേക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് സാധാരണ ഒരു മീഡിയം സൈസുള്ള ബ്രെഡാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സാൻഡ്വിച്ചിൻ്റെ വലിയ ബ്രെഡ് എടുക്കാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഈ മീഡിയം സൈസ് ബ്രെഡ് ആകുമ്പോഴത്തേക്കും പിന്നീട് ഇത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സാൻഡ്വിച്ച് ബ്രെഡാണെന്നുണ്ടെങ്കിൽ സെൻറ്ററിൽ നിന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഈ ഒരളവിൽ നമ്മുടെ ഈ വെജിറ്റബിൾ മിക്സ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ മറ്റൊരു ബ്രെഡ് ഇതിന് മുകളിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം ലൈറ്റായിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ കൂടി ഇതിന് മുകളിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അളവിനനുസരിച്ചിട്ട് ഇതിന് മുകളിലേക്ക് ചിക്കൻ വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ബ്രെഡ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്താണ് ചിക്കൻ വെച്ച് കൊടുക്കുന്നത്. നമുക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ എല്ലാം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് കവർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ ഒരു ബ്രെഡ് കൊണ്ട് തന്നെ വീണ്ടും ഇതിന് മുകളിലേക്ക് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ ചീസ് ഉണ്ടെങ്കിൽ ആ ചീസ് ഒന്ന് ഇതിന് മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ സ്ലൈസ്ഡ് ആയിട്ടുള്ള ചീസാണ് ഉപയോഗിക്കുന്നത്. അതല്ലാതെ നമുക്കിങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന ചീസാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഏതാണെങ്കിലും വെക്കാവുന്നതാണ്. ചീസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് സ്കിപ്പ് ചെയ്യാൻ പ്രശ്നമേ ഇല്ല. ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് വെച്ചേക്കണം. അതിനുശേഷം മറ്റൊരു ബ്രെഡ് കൊണ്ട് ഇതൊന്ന് കവർ ചെയ്യുകയാണ്. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നല്ല രീതിയിൽ ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നേരെ തന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം 2 സൈഡും. ഒരു തവ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു അല്പം ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ഒന്ന് വെക്കുകയാണ്. 2 സൈഡും ലൈറ്റായിട്ട് മാത്രം ഒന്ന് കളർ മാറി കിട്ടിയാൽ മതിയാവും. ഒരുപാട് കളർ മാറേണ്ട ആവശ്യമില്ല. ചെറിയ രീതിയിൽ ഇതെല്ലാം ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഒരു സ്പാച്ചില കൊണ്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഒരു സൈഡ് കളർ ഒന്ന് ലൈറ്റായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് വേണം നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഫില്ലിംഗ് ഒക്കെ ഇങ്ങനെ മാറിപ്പോകും. അതിൻ്റെ പേരാണ് നമ്മൾ നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് തിരിച്ചിടുന്നത്. 2 സൈഡും നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്ലബ് സാൻഡ്വിച്ചാണ് കേട്ടോ. ഉറപ്പായിട്ട് ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇത് നന്നായിട്ട് ഇഷ്ടമാവും. ഇതിൽ ഈ ഒരെണ്ണം തന്നെ മതിയാവും വയറ് ഫുള്ളാകാനായിട്ട്. ഒരു തവണ നിങ്ങളതൊന്ന് തയ്യാറാക്കി കഴിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ക്ലബ് സാൻഡ്വിച്ചിൽ ഒന്നായിട്ട് ഇത് മാറും ഉറപ്പായിട്ടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നവരെല്ലാവരും എനിക്ക് ഫീഡ്ബാക്ക് കൂടി അറിയിച്ചേക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ആരും മറക്കരുത്. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനലൊന്ന് ഫോളോ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്തേക്കണേ. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.